ഹായ്, നമസ്കാരം. ഇന്നത്തെ ഈ മെഡിറ്റേഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരുടെ മൈൻഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കുറേ നെഗറ്റീവ് ഇമോഷൻസ് കാണും. അത് ചിലപ്പം അവരുടെ ചൈൽഡ് അവർ ചൈൽഡായിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്തുണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു സെക്ഷൽ അബ്യൂസ് ആകാം. അതല്ല അതല്ല എങ്കിൽ രക്ഷകർത്താക്കളിൽ നിന്ന് നേരിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പോൾ നീറി പോകുന്ന ആളാണ് എങ്കിൽ അതിനെയെല്ലാം മാറ്റി നിങ്ങളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൂളാണ് ഞാനിവിടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഈ മെഡിറ്റേഷൻ നിങ്ങളൊരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റം സംഭവിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ആ കറക്റ്റ് ടൈമിൽ ഓരോ ദിവസം, അതായത് ഇപ്പം രാവിലെ ആണെങ്കിൽ രാവിലെ, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പാണ് എങ്കിൽ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ആണെങ്കിൽ ആ ടൈമിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അത് പുലർച്ചെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഏത് ടൈമിലാണോ പറ്റുന്നത് ആ ടൈമിൽ ഒരേ ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അത് പുലർച്ചെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് ഈ മെഡിറ്റേഷൻ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പം ഓക്കെ, നമുക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. ഒട്ടും ഡിസ്റ്റർബൻസ് ഇല്ലാതെ, പുറത്തു നിന്നുള്ള സൗണ്ട്സും ഒന്നും വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പം മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നട്ടെല്ല് നിവർന്നിരിക്കുക. നട്ടെല്ല് നിവർന്നിരുന്ന ശേഷം പതിയെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ കൈ നിങ്ങളുടെ തുടയിൽ മലർത്തി വയ്ക്കുക. നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്യുക. കണ്ണുകൾ അടയ്ക്കുക. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഇൻഹേൽ ചെയ്യുക. പോസ് ചെയ്യുക. ബ്രീത്ത് പതുക്കെ റിലാക്സ് ചെയ്യുക. പതുക്കെ റിലീസ് ചെയ്യുക. വീണ്ടും ഒരു ബ്രീത്ത് എടുക്കുക. ഒന്ന് പോസ് ചെയ്യുക. പതുക്കെ റിലീസ് ചെയ്യുക. വീണ്ടും ഒരു ബ്രീത്ത് എടുക്കുക. പോസ് ചെയ്യുന്നു. പതുക്കെ റിലീസ് ചെയ്യുന്നു. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങളിപ്പം കാമാവുകയാണ്. ഇപ്പോൾ നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പഴയ ഫീലിംഗ് ഉണ്ടോ? നിങ്ങളുടെ ആ ഒരു വിഷമം, ആ ഓർമ്മ, ആ ഒരു വേദന, നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന ആ വേദന എന്താണെങ്കിലും അതിനെ പതുക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അതിനെ നിങ്ങൾ ബോധപൂർവമായിട്ട് മാറ്റാൻ ശ്രമിക്കേണ്ട. ജസ്റ്റ് ഒബ്സർവ്. അതിനുശേഷം നിങ്ങൾ പതിയെ നിങ്ങളുടെ മനസ്സിൽ പറയുക, ഞാൻ ഇത് കാണുന്നു, ഞാൻ ഇത് അനുഭവിക്കുന്നു. ഇപ്പോൾ ആ ഇമോഷൻ നിങ്ങളുടെ ബോഡിയിൽ
എവിടെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ചെസ്റ്റിലാണോ? ത്രോട്ടിലാണോ? അതോ നിങ്ങളുടെ സ്റ്റൊമക്കിലാണോ? എവിടെയാണോ നിങ്ങൾക്ക് ആ പെയിൻ വരുന്നത്, ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ നിർത്തുക. ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളുടെ ഫോക്കസ് മുഴുവനായിട്ടും പോവുക. ഒന്നും മാറ്റാൻ ശ്രമിക്കണ്ട. ജസ്റ്റ് ഫീൽ ഇറ്റ്. എന്നിട്ട് ഇതുപോലെ പറയുക: ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഇത് സ്വീകരിക്കുന്നു. അതിനുശേഷം നിങ്ങളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ ആ പെയിൻ ഒരു ഡാർക്ക് എനർജിയായി നിങ്ങളുടെ ബോഡിയിലിരിക്കുന്നു. നിങ്ങളുടെ ഓറ ഇപ്പോൾ മുഴുവനും ഡാർക്കാണ്. ഒന്ന് ഇൻഹേൽ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഒരു വൈറ്റ് ലൈറ്റ് നിങ്ങളുടെ ബോഡിയിലേക്ക് വരുന്നു. അത് എക്സേൽ ചെയ്യുമ്പോൾ ഡാർക്ക് എനർജി പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ എക്സേൽ ചെയ്യുമ്പോൾ വൈറ്റ് എനർജി നിങ്ങളിലേക്ക് വരുന്നതും അതോടൊപ്പം എക്സേൽ ചെയ്യുമ്പം ഡാർക്ക് എനർജി, ആ കറുത്ത എനർജി പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. വീണ്ടും ഒന്ന് ഒരു ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ശ്വാസം എടുക്കുക. പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ഒരു ശ്വാസം എടുക്കുക. അതിനുശേഷം പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ പറയുക: ഈ എൻ്റെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഞാൻ ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുന്നു. ഇത് എൻ്റെ ഉള്ളിൽ ഇനി വേണ്ട. ഞാൻ സ്വതന്ത്രനാകുന്നു, സ്വതന്ത്രയാകുന്നു. എൻ്റെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് പോകാം. ഈ ഭാരങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു പ്രതിരൂപം നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ പതുക്കെ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ആ പഴയ ഇമോഷൻസ് എല്ലാം നിങ്ങളുടെ ആ പുതിയ പ്രതിരൂപത്തിലേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ പ്രതിരൂപം ഒരു വെളുത്ത നിറത്തിലുള്ള പ്രതിമയായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ആ പെയിൻ പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രതിരൂപത്തിലേക്ക് അത് പോവുകയും നിങ്ങളുടെ പ്രതിരൂപം അതിനെ സ്വീകരിക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിലെ സങ്കടം, ദുഃഖം, വേദന അതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇമോഷൻസ് എത്രത്തോളം നിങ്ങളിൽ നിന്ന് പുറത്ത് പോകുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ പ്രതിരൂപം ഇപ്പോൾ ഒരു ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ പ്രതിരൂപത്തിൻ്റെ ആ വെളുത്ത നിറം മാറി പതിയെ പതിയെ
ആ കാലുകളിൽ ആ കാലുകളിൽ കൂടെ ആ ഡാർക്ക് കളറ് കയറി ആ ശരീരത്തിലേക്ക് മൊത്തം വ്യാപിച്ച് ആ വെളുത്ത നിറമായിരുന്ന പ്രതിരൂപം ഇപ്പോൾ ഭയങ്കര കറുത്ത നിറത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മനസ്സിലുള്ള അത്രയും വിഷമമാണ് ഇപ്പോൾ അവിടേക്ക് പോയത്. എൻ്റെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും ഞാനിപ്പം വിട്ടുകൊടുക്കുകയാണ്. എൻ്റെ മനസ്സ് നല്ല രീതിയിൽ തന്നെ റിലാക്സ് ആവുന്നു. എൻ്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രതിരൂപം ഇപ്പോൾ നല്ല രീതിയിൽ കറുത്തിരിക്കുന്നു. നിങ്ങൾ ആ പ്രതിരൂപത്തിനെടുത്ത് പതിയെ ഒരു അരുവിയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലുന്നു. നല്ല കണ്ണുനീർ തുള്ളി പോലത്തെയുള്ള ജലമാണ് നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഴുക്ക് ഉരുണ്ട ആ പ്രതിരൂപത്തെ എടുത്ത് നിങ്ങൾ പതിയെ ആ ജലാശയത്തിലേക്ക് ഒന്നിടുന്നു. അതിനുശേഷം അതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നു. പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ആ കറുത്ത ഡാർക്ക് എനർജി ആ ജലത്തിലേക്ക് ഒഴുകിപ്പോകുന്നു. വീണ്ടും വീണ്ടും നിങ്ങൾ ആ പ്രതിരൂപത്തിനടുത്ത് വെള്ളത്തിലിട്ട് നനച്ച് പിഴിഞ്ഞെടുക്കുകയാണ്. ഓരോ പ്രാവശ്യവും നിങ്ങൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ പ്രതിരൂപത്തിൽ നിന്നും ആ കറുത്ത ഡാർക്ക് എനർജി ആ ജലത്തിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ മനസ്സിൽ ആ പ്രതിരൂപം വെളുത്ത നിറത്തിൽ എപ്പോൾ എത്തുന്നോ ആ സമയം വരെ നിങ്ങൾക്ക് ആ പ്രതിരൂപത്തെ വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് എല്ലാം റിലീസ് ആവുന്നത് വരെ നിങ്ങളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാം. നിങ്ങളുടെ പ്രതിരൂപത്തെ പ്യൂരിഫൈ ചെയ്തെടുത്ത് അതിലൂടെ നിങ്ങളുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പ്രതിരൂപം നല്ല വെളുത്ത നിറത്തിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് പ്രകാശിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഓറ അതുപോലെ തന്നെ നല്ല നിറത്തിൽ പ്രകാശിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ, നിങ്ങളുടെ ശരീരത്തിലെ, നിങ്ങളുടെ ഓറയിലെ എല്ലാം നെഗറ്റീവ് ഇമോഷൻസ്, ഡാർക്ക് എനർജി അതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലെ എനർജിയുമായിട്ട് അത്രമേൽ കണക്റ്റ് ആയിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ നിങ്ങൾ ഇപ്പോൾ ഒരു അത്യാവശ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ അതുപോലെ ഇപ്പോൾ പ്യൂരിഫൈ ചെയ്തിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിനോടും ദൈവത്തോടും നന്ദി പറയാം. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി തന്ന് എന്നെ പ്യൂരിഫൈ ചെയ്ത് പുതിയൊരു ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിന് താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ തന്നതിന് താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഇനി പതിയെ 2 കൈകൾ കൂട്ടിത്തിരുമ്മി നിങ്ങളുടെ കണ്ണുകളിൽ ഒന്ന് പ്രസ് ചെയ്യാവുന്നതാണ്. പതിയെ പ്രസ് ചെയ്യുക. അതിനുശേഷം
നിങ്ങളുടെ കാൽമുട്ടിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ കാൽവിരലുകളിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൈവിരലുകൾ, കാൽവിരലുകൾ സാവധാനം ഒന്ന് അനക്കി നിങ്ങളുടെ കണ്ണുകൾ മെല്ലെ മെല്ലെ ചിമ്മി ചിമ്മി തുറക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ മെഡിറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കറക്റ്റായിട്ട് 21 ഡേയ്സ് നിങ്ങൾ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്തെങ്കിലും കൗൺസിലിങ്ങോ നിങ്ങളുടെ വിഷമങ്ങൾ ഹീൽ ചെയ്ത് മാറ്റണം എന്നുണ്ട് എങ്കിൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.